വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ലോകക്രമം മാറുന്നു, അതിൽ ഇന്ത്യ ഒരു വലിയ പങ്ക് വഹിക്കുന്നു. അതിനിടയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള വെല്ലുവിളികൾ, അമേരിക്കയുടെ താരിഫ് പ്രശ്നങ്ങൾ, മറ്റ് പല സാമ്പത്തികമായിട്ടുള്ള വെല്ലുവിളികൾ, ഇന്റേണൽ ഇഷ്യൂസ്, ബോർഡർ ഇഷ്യൂസ്, അങ്ങനെ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ഇഷ്യൂസ് ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടും വളർച്ചയുടെ ഒരു സൂചനയാണ്. വളർച്ചയില്ലെങ്കിൽ ഇഷ്യൂസ് ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ AK ആന്റണി പറഞ്ഞതുപോലെ ചൈനീസ് ബോർഡർ നമ്മൾ ഡെവലപ്പ് ചെയ്യാതിട്ടിരുന്നാൽ മതി, ഡെവലപ്പ് ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ എന്ന് പറയുന്നത് പോലെ ഡെവലപ്പ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹർദീപ് സിംഗ് പുരി ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യയുടെ തലവര തന്നെ മാറ്റിമറിക്കുന്ന ഒരു ട്വീറ്റാണ്. അതല്ല നമ്മുടെ വിഷയമെങ്കിലും എൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ പറയുകയാണ്. അദ്ദേഹം ട്വീറ്റ് ചെയ്തത് നരേന്ദ്രമോദിയുടെ ഡീപ് സീ മിഷന്റെ ഭാഗമായിട്ട് ആൻഡമാൻ ആൻഡ് നിക്കോബാറിൽ 17 കിലോമീറ്റർ അപ്പുറത്ത് കിഴക്ക് വശത്ത് ഒരു ഒരു ഡ്രില്ലിംഗ്, അതായത് ആഴക്കടൽ പര്യവേഷണം നടക്കുന്നുണ്ടായിരുന്നു. അവിടെ എണ്ണ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്, ഗണ്യമായ തോതിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അപ്പൊ ഇന്ത്യയുടെ ഊർജ്ജ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ നരേന്ദ്രമോദിയുടെ ഈ ഒരു ഭരണത്തിൽ ഇതൊരു വലിയൊരു മുതൽക്കൂട്ടാകും. പോരാത്തതിന് നമ്മുടെ ഈ താരിഫ് അമേരിക്ക ഏർപ്പെടുത്താനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയുടെ ഊർജ്ജം ഉണ്ടാക്കാനുള്ള സ്രോതസ്സുകളിൽ നിന്ന് നമ്മൾ 85% പുറത്തുനിന്നാണ് അകത്തേക്ക് കൊണ്ടുവരുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇത് വലിയ രീതിയിലുള്ളൊരു മുതൽക്കൂട്ടാവുക മാത്രമല്ല, നമ്മളെ ഒരു യൂറോപ്പ് പോലെ വളർത്താൻ ശേഷിയുള്ള ഒരു നിധി ശേഖരമാണ്, വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ജാക്ക് പോട്ടാണ് അവിടെ നിന്ന് കിട്ടിയിരിക്കുന്നതെന്ന് പറയാം. അത് നമ്മൾ ഊഹിക്കുന്നതിലും വലുതാണ് അതിന്റെ വ്യാപ്തി. ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്ന ചില പരിപാടികൾ എന്ന് പറയുന്നത് ഒരുപാട് നോബൽ സമ്മാനം കിട്ടിയ അല്ലെങ്കിൽ മക്സസെ അവാർഡ് കിട്ടിയ നമ്മുടെ പാരിസ്ഥിതിക പ്രവർത്തകരൊക്കെ പെട്ടെന്ന് ഇറങ്ങി വരും. രാജ്യത്ത് ജൻസിയിൽ ഒരു കലാപം ചിലപ്പോൾ ഉണ്ടാവാം, അവരിറങ്ങിയിട്ട് ചിലപ്പോൾ പ്രതിഷേധവുമായിട്ട് വന്നേക്കാം. അപ്പൊ സ്വാഭാവികമായിട്ട് അതൊക്കെ ഉണ്ടാകാം. ഇതൊക്കെ നമുക്ക് മുൻകൂട്ടി അറിയാന്നുള്ള കാര്യങ്ങൾ ഇപ്പൊ ഏതൊരു കൊച്ചു കുട്ടിക്കും കണ്ണടച്ച് പ്രവചിക്കാനായിട്ട് സാധിക്കുന്ന സംഭവം. അതിനിടയിൽ വന്നിരിക്കുന്ന വേറൊരു വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാനെ അമേരിക്ക ശക്തമാക്കുന്നു എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം. പാകിസ്ഥാന് അമേരിക്ക 16 F-16 വിമാനങ്ങൾ സമ്മാനമായിട്ട് കൊടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ നമുക്കറിയാം പാകിസ്ഥാന്റെ ഷഹബാസ് ഷെരീഫും അസീം മുനീറും എല്ലാം ട്രംപിന്റെ കാൽക്കീഴിൽ പോയി ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ ഈ പാകിസ്ഥാന്റെ വ്യോമസേനയെ സമ്പൂർണ്ണമായിട്ടും അമേരിക്കയ്ക്ക് അടിയറവ് വെച്ചു എന്ന് അവിടേക്കാണ് 16 F-16 വിമാനങ്ങൾ വരുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഒരു വളർച്ചയെ തടയാനും പാകിസ്ഥാനെ ഒരു യുക്രൈന്റെ പൊസിഷനിൽ കൊണ്ടുവരാനും, അതായത് യുക്രൈന് നിരന്തരം ആയുധം കൊടുത്തവരെ യുദ്ധത്തിലേക്ക് പ്രോത്സാഹിപ്പിച്ചിറക്കുന്നത് അമേരിക്കയാണ്. പാകിസ്ഥാനിൽ നോക്കുമ്പോൾ അമേരിക്കയ്ക്ക് എടുക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. യുക്രൈനിൽ അങ്ങനെയാണല്ലോ അമേരിക്ക ചെയ്തത്. അതായത് ആയുധം കൊടുത്തിട്ട് പൈസ ഇല്ലാത്തത് കൊണ്ട് അവിടെയുള്ള എണ്ണപ്പാടങ്ങളും സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ അമേരിക്ക അവരുടെ പേരിലേക്ക് ആക്കും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പാകിസ്ഥാനും വീണു പോകുമോ, ഇന്ത്യയിൽ ഇതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് പല ആൾക്കാരും പറയുന്നത്. അത് സത്യമാണോ? ഈ F-16 വിമാനങ്ങൾ കൊടുക്കുന്നത് ഒരു സൂചനയാണെന്ന് പല ആൾക്കാരും പറയുന്നുണ്ട്. ഇതിനു പുറമെ പല അമേരിക്കയുടെ അടാർ ആയുധങ്ങളും അവർക്ക് അമേരിക്ക കൊടുത്ത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ യുദ്ധത്തിലേക്ക് തള്ളിവിടാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പറയുന്നു. ചേട്ടാ, ശരിയാണ്? രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ പാകിസ്ഥാൻ കൊടുക്കുമ്പോൾ നമ്മളത് കുറച്ച് കരുതലോടെ ഇരിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ അമേരിക്ക ഈ ആയുധങ്ങൾ കൊടുക്കുന്നത് ഭാവിയിലേക്ക് പാകിസ്ഥാനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല. അവരുടെ ആയുധങ്ങളുടെ ഡെമോൺസ്ട്രേഷനാണ് അവർ പലപ്പോഴും പല യുദ്ധങ്ങളെയും ആക്കിയെടുക്കുന്നത്. പലയിടത്തും അമേരിക്ക പല രാജ്യങ്ങളിലും സംഘർഷം ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട കാര്യം അവിടെ തങ്ങളുടെ ആയുധത്തിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ മറ്റ് ലോക രാജ്യങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനാണ്. അപ്പോൾ പാകിസ്ഥാൻ, നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളിൽ ചർച്ച ചെയ്തതാണ്, പാകിസ്ഥാൻ ഒരു ആക്രമണത്തിന് മുതിരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല. കാരണം അവിടുത്തെ ഭീകരവാദികൾ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പകരം ചോദിക്കുമെന്ന്. പാകിസ്ഥാനെ സംബന്ധിച്ചും അത് അനിവാര്യമായി നിൽക്കുന്ന ഒരു സാഹചര്യം എപ്പോഴേ എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ F-16 വരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അങ്ങനെ ആർക്കും വലിയ ഭയമൊന്നുമില്ല. കാരണം അമേരിക്കയുടെ തന്നെ ഷെഡിൽ കയറിയിരിക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റാണ് F-16. ഈ അടുത്ത് എവിടെ വിമാനത്തിന് അടി കിട്ടിക്കഴിഞ്ഞാലും ആദ്യം നമ്മൾ തിരക്കുന്നത് എത്ര F-16 പോയി എന്നാണ്. പലയിടത്തും ഇപ്പോൾ അതാണ് കാണുന്നത്. കാരണം ഉക്രൈനിൽ നടന്നപ്പോൾ റഷ്യ ഒരെണ്ണം അടിച്ചിട്ടു, ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ അടിച്ചിട്ടു. അങ്ങനെ ഇപ്പൊ അതിന് വലിയ ഒരു ഇതൊന്നുമില്ല ഈ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇവിടെ 2 ദിവസം മുമ്പ് ഞാൻ ഈ പാകിസ്ഥാനിലെ ഈ ഡിഫൻസിന്റെ വിദഗ്ധന്മാർ എഴുതിയ, അവിടുത്തെ മുൻ ജനറൽമാരുമൊക്കെ എഴുതിയ ഒരു ലേഖനം വായിക്കുന്നുണ്ട്. അതിനകത്ത് അവർ പറയുന്ന ഒരു കാര്യം, പാക് സർക്കാരിനെ ഓർമ്മപ്പെടുന്ന ഒരു കാര്യം, ഇന്ത്യ 140 റഫേൽ വിമാനങ്ങൾ കൂടി സ്വന്തമാക്കാൻ പോകുന്നു. 114 എണ്ണത്തിന് അവർ ഓർഡർ കൊടുക്കുന്നു. അവർ തദ്ദേശീയമായി കൂടാണ് അത് നിർമ്മിക്കുന്നത്. ഇത് അപകടകരമാണ്. 2 ലക്ഷം കോടി രൂപ അതിനുവേണ്ടി മാത്രം അവർ നീക്കി വെച്ചിരിക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മേഖലയിലെ ഏറ്റവും വലിയ വ്യോമസേനയിൽ ഒന്നായി ഇന്ത്യ മാറും. കാരണം ഇന്ന് ലോകത്ത് റഫേലുമായി കിടപിടിക്കാൻ തക്ക കരുത്ത് മറ്റൊരു 5th ജനറേഷൻ വിമാനത്തിനും ഇല്ല.
എന്നുകൂടി അവർ അടിവരയിട്ട് പറയുന്നു. അവർ പറയുന്നത് ഇപ്പോൾ പാകിസ്ഥാൻ ഇതിനുവേണ്ടി കൂടുതലായി സമീപിച്ചത് ചൈനയാണ്. ചൈനയുടെ FJ-35 എന്ന് പറയുന്ന അവരുടെ 5th ജനറേഷൻ വിമാനം, അതിന് ഇതിനുള്ള കേപ്പബിലിറ്റി ഒന്നുമില്ല, ഈ റഫേലിനൊപ്പം പിടിച്ചു നിൽക്കില്ല. അതുകൊണ്ട് റഫേൽ ഇപ്പോൾ ഇന്ത്യ കൂടുതലായി വാങ്ങുമ്പോൾ ഇന്ത്യയുടെ വ്യോമക്കരുത്ത് കൂടുകയാണ്. ഒപ്പം തന്നെ തേജസ്സും സുഖോയും അവർ കൂടുതലായി നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ ചിന്തിക്കുന്നതിന്റെ 100 മടങ്ങ് വലുതായിരിക്കും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധവും വ്യോമശക്തിയും. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്യണം എന്ന് അവിടുത്തെ ഈ മുൻ സൈനിക മേധാവികളെല്ലാം കൂടെയാണ് പറഞ്ഞിരിക്കുന്നത്, പാക് സർക്കാരിനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും കടവോ വിലയോ ആണെങ്കിലും കുഴപ്പമില്ല, എവിടുന്നെങ്കിലും യുദ്ധവിമാനങ്ങളൊക്കെ വാങ്ങുക എന്നുള്ളത്. ഇപ്പോൾ F-16 ഇപ്പോൾ വലിയ ആവശ്യക്കാരൊന്നും ലോകത്തെങ്ങുമില്ല. അപ്പോൾ ഇരിക്കുന്ന സാധനമാണ് കൊടുത്തത്. പക്ഷെ അവിടെ അല്ല അതിന്റെ പോയിന്റ്. അവിടെ പോയിന്റ് ഇപ്പൊ ധനുഷ് പറഞ്ഞതുപോലെ മറ്റു ചില ആയുധങ്ങൾ കൂടി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ പോയിന്റ്. കാരണം പാകിസ്ഥാനെ ജാട്ട കയറ്റി, കാരണം ഒരു ഭാവിയിൽ, ഒരു അധികം വൈകാതെ അതിവിദൂര ഭാവിയിൽ അല്ലാതെ തന്നെ ഒരു യുദ്ധം ഏവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ആ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ ഒരു സംഘർഷമുഖമായി പാകിസ്ഥാൻ മാറും എന്നുള്ളത് ഒരാഴ്ചക്ക് മുമ്പുള്ള ചർച്ചയിൽ നമ്മൾ പറഞ്ഞു. കാരണം ചൈനയും നോട്ടമിടുന്നുണ്ട് പാകിസ്ഥാനെ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അതില്. കാരണം ചൈനയെ സംബന്ധിച്ച് ഈ ബലൂചിസ്ഥാൻ അവിടെ കൊടുത്തതും ഈ അമേരിക്കൻ കമ്പനികൾക്ക് ഖനനം ചെയ്യാനായിട്ട് മുനീർ നൽകിയതും, മുനീറിന്റെയും ഷെഹബാസ് ഷെരീഫിന്റെ അടിക്കടിയുള്ള വാഷിംഗ്ടൺ സന്ദർശനവും, ഒപ്പം തന്നെ ഈ ബഗ്രാം വിമാനത്താവളം അഫ്ഗാനിസ്ഥാനിൽ പിടിച്ചെടുക്കാനുള്ള നീക്കവും ഒക്കെ ഇതിനകത്തൊരു ഇതാണ്. ഇന്നലെ ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ചൈന, റഷ്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ മന്ത്രിമാരുടെ ഒരു യോഗം കൂടിയിരുന്നു. അതിനകത്ത് പ്രധാന അജണ്ട ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ അഫ്ഗാനിലെ വിമാനത്താവളം. അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞത് ഞങ്ങൾ ഒരിക്കലും അത് അംഗീകരിക്കില്ല, ഞങ്ങൾ അഫ്ഗാനിസ്ഥാന്റെ ഒപ്പമാണ്, അവിടെ വേറൊരു രാജ്യം വരുന്നതിന് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് പാകിസ്ഥാൻ അവിടെ പറഞ്ഞു. അത് ചൈനയുണ്ട് ആ മീറ്റിംഗിൽ, റഷ്യ ഉണ്ട് ആ മീറ്റിംഗിൽ, ഇറാനുണ്ട്, അഫ്ഗാനിസ്ഥാൻ ഉണ്ട്. ഒരുപക്ഷെ ഇവന്മാർ 4 കൂടെ എടുത്ത് കൂമ്പിന് കുത്തുമോ എന്ന് കണ്ടിട്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. ഏതായാലും പാകിസ്ഥാൻ അങ്ങനെ ഒരു നിലപാട് അവിടെ എടുത്തിട്ടുണ്ട്. ചില മാധ്യമങ്ങൾ, സ്പുട്നിക് പോലുള്ള മാധ്യമങ്ങൾ വലിയ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് അമേരിക്കക്കെതിരെ പാകിസ്ഥാൻ എന്നൊരു ഹെഡിങ് ആണ് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പം അമേരിക്കയെ അവിടെ അനുവദിക്കില്ല എന്ന് പാകിസ്ഥാൻ ഇന്നലെ അവിടെ കൂടിയ മന്ത്രിമാരുടെ യോഗത്തിൽ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നൊന്നും ഞങ്ങൾ അനുവദിക്കില്ല എന്ന്, ഞങ്ങൾ പിന്തുണയ്ക്കത്തില്ല എന്ന്. പക്ഷെ അവിടെ പങ്കെടുത്ത രാജ്യങ്ങൾ ഇതുണ്ട്, റഷ്യയും ചൈനയും അഫ്ഗാനിസ്ഥാനും ഇറാനും പങ്കെടുത്തു എന്നുള്ളതാണ് അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടി. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് കൂടുതൽ ആയുധങ്ങൾ ഇവിടെ എത്തുന്നത്. ഇതിനകത്ത് നമുക്കൊരു അത്ഭുതവും അതിശയവുമില്ല. കാരണം ഇന്ത്യ ഈ അടുത്ത കാലത്ത് വലിയ രീതിയിൽ തന്നെ ആയുധങ്ങൾ ശേഖരിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ഇന്ത്യ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളും ആയുധം ശേഖരിക്കുന്നുണ്ട്. ചൈന ഇപ്പോൾ തന്നെ അനവധി ആയുധങ്ങളുടെ പരീക്ഷണം നടത്തിക്കഴിഞ്ഞു. നമ്മുടെ രാജ്യം കഴിഞ്ഞ ദിവസമാണ് ട്രെയിനിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ഒരു മിസൈൽ കണ്ടുപിടിച്ചത്, ലോകത്തെ തന്നെ ഞെട്ടിച്ചു. അപ്പോൾ സ്വാഭാവികമായ ഒരു ചോദ്യം ഉയരും, എന്തിനാണ് നമ്മൾ ട്രെയിനിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഒരു മിസൈൽ കണ്ടുപിടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ ഒരു വിശാലമായ രാജ്യമാണ്. കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നീണ്ടു പരന്നു കിടക്കുന്ന വിശാലമായ ഒരു രാജ്യം. പടിഞ്ഞാറ് ഗുജറാത്ത് മുതൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അസാം വരെ നീണ്ടു കിടക്കുന്ന ഒരു രാജ്യം. ഈ രാജ്യത്തിന്റെ എല്ലായിടത്തും കൊണ്ടുവന്ന് മിസൈൽ ലോഞ്ചറുകൾ സ്ഥാപിക്കുക പ്രയാസകരമാണ്. ഒരു രാജ്യത്തിനും നടക്കുന്ന കേസല്ലത്. ഓരോ സ്ഥലത്തും അവിടേക്ക് ഈ ട്രെയിൻ ഓടി വരികയും അവിടെ നിന്ന് തന്നെ ഇത് ലോഞ്ച് ചെയ്യാൻ കഴിയുകയും ചെയ്താൽ അതൊരു വലിയ വിപ്ലവകരമായ മാറ്റമായിരിക്കും. ഇന്ത്യയെ പോലെ ലോകത്ത് വേറെ രാജ്യങ്ങൾക്കൊന്നും ഈ ഒരു സംവിധാനമില്ല. അപ്പൊ പലരും ചോദിക്കും, എന്തുകൊണ്ടാണ് മറ്റു രാജ്യങ്ങൾക്ക് ഇതില്ലാത്തതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയെ പോലൊരു രാജ്യങ്ങളല്ല മറ്റുള്ളതൊക്കെ. ഇതുപോലെ ഭൂപ്രകൃതിയിൽ വ്യത്യസ്തമായ ഒരു രാജ്യമല്ല. ഇപ്പോൾ നമുക്കിപ്പോൾ എല്ലായിടത്തും കൊണ്ട്, കേരളത്തിലും തമിഴ്നാട്ടിലും പിന്നെ ഹൈദരാബാദിലും ഒക്കെ കൊണ്ട് നമുക്ക് ഈ മൊബൈൽ ലോഞ്ചറുകൾ സ്ഥാപിക്കാൻ കഴിയില്ല. പകരം ട്രെയിനിൽ ഉള്ള മൊബൈൽ ലോഞ്ചർ ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് അവിടെ എത്തിക്കാൻ കഴിയും. കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ 4 അതിരും അപകടം പിടിച്ച അതിരുകളാണ്. നമ്മളിപ്പോൾ ശ്രീലങ്കയുമായിട്ട് സ്നേഹത്തിലാണെങ്കിലും ഒരുപക്ഷെ ശ്രീലങ്ക നാളെ മലക്കം മറിഞ്ഞാൽ അവിടെ അമേരിക്കയുടെയോ ഇല്ല ചൈനയോടോ സഹായം തേടിയാൽ നമുക്ക് അതൊരു യുദ്ധമുഖമാണ്. കിഴക്ക് ചൈനയും ബംഗ്ലാദേശും നമുക്കൊരു യുദ്ധമുഖമാണ്. പടിഞ്ഞാറേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് പാകിസ്ഥാൻ ഒരു യുദ്ധമുഖമാണ്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ സ്വാഭാവികമായി തന്നെ നമുക്ക് കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കണം. പെട്ടെന്ന് ആയുധങ്ങൾ അവിടെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ നോക്കണം. ഈ റെയിൽവേ കൊണ്ട് ചരക്ക് ഗതാഗതവും ആളുകളെ കയറ്റി ഇറക്കുക മാത്രം, പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകുക മാത്രമല്ല, അതിനപ്പുറത്തേക്ക് സൈനികപരമായി അത് ഉപയോഗിക്കാമെന്ന് ഇന്ത്യ തെളിയിച്ചു എന്നുള്ളതാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ ഒരു മിഡ് റേഞ്ച് 2000 കിലോമീറ്റർ ദൈർഘ്യം വരുന്നത്. ഈ കിലോമീറ്ററിന്റെ ഒക്കെ ദൈർഘ്യം പറയുമ്പോൾ ഇവർ ഈ പുറത്തുവിടുന്ന ദൂരമായിരിക്കില്ല ഒരിക്കലും ഇതിനുണ്ടാകുന്നത്, അത് സ്വാഭാവികം മാത്രമാണ്. അപ്പോൾ അത്രയും മിഡ് റേഞ്ച് മിസൈലുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഒരു വലിയ നീക്കം, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഇന്ത്യയിലായിരിക്കും ഇങ്ങനെ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. കാരണം എല്ലായിടത്തേക്കും എത്തുക. ഇതുമൂലം എന്താണ് സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ എല്ലാ മേഖലകളിലേക്കും ഈ ലോക്കറ്റ് ലോഞ്ചറുകൾ ഉൾപ്പെടെയുള്ള
മിസൈൽ ലോഞ്ചറുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്തിക്കാൻ നമ്മുടെ രാജ്യത്തിന് കഴിയുന്നു. അതും വളരെ വേഗത്തിലാണ് ഇതിന്റെയൊക്കെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ അനവധി പരീക്ഷണങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ വ്യോമസേനയും കരസേനയും ആയുധങ്ങൾക്കായിട്ട് വലിയ തുക തന്നെയാണ് ചെലവഴിക്കുന്നത്. 2 ലക്ഷം കോടി രൂപയാണ് ഇപ്പോൾ റഫേല് വാങ്ങാനും നമ്മുടെ തദ്ദേശീയമായി നിർമ്മിക്കാനായിട്ട് വ്യോമസേന കരാർ കൊടുത്തിരിക്കുന്നു. നാഗ മിസൈലുകൾ വാങ്ങാൻ വേണ്ടി കരസേന ഓർഡർ കൊടുത്തിരിക്കുന്നു 3000 കോടിയുടെ, നമ്മുടെ തന്നെയാണ്. പക്ഷെ DRDO എന്നൊക്കെ വാങ്ങുമ്പോൾ അതിന് കൊടുക്കുന്ന ഓർഡർ ടെൻഡർ കൊടുത്തിരിക്കുന്നു. അതുപോലെ 90,000 കോടിക്ക് ഒരു ടെൻഡർ കരസേന കൊടുത്തു. എല്ലാവരും കൂടുതൽ കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കുകയാണ്. അപ്പോൾ ഇതിനർത്ഥം എന്താണ്? എന്തിനാണ് ഈ കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കുന്നത്? ഏതായാലും നാളത്തേക്ക് കരുതി വെക്കാനല്ലത്, ഏത് നിമിഷവും സംഭവിക്കാവുന്ന ഒരു അപകടത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരും വലിയ രീതിയിൽ തന്നെ ആയുധ നീക്കങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ഒരു ശാന്തത നമ്മൾ കാണുന്നത് മറ്റൊന്നും കൊണ്ടല്ല. പലപ്പോഴും പ്രേക്ഷകർ വിചാരിക്കും ഇന്നിവന്മാർക്ക് ട്രംപ് ഒന്നും സംസാരിക്കാനില്ല എന്ന് ചോദിച്ചാൽ, ഐക്യരാഷ്ട്രസഭയുടെ ഒരു പൊതുസമ്മേളനം നടക്കുന്നുണ്ട് അമേരിക്കയിൽ, ന്യൂയോർക്കിൽ. ആ സമ്മേളനം നടക്കുന്നുണ്ട്. ലോകത്ത് ഒരു രാജ്യവും അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിയുകയോ സംസാരിക്കുകയോ ചെയ്യില്ല. കാരണം എല്ലാവരും കൂടെ കൂടിയിരിക്കുന്ന സ്ഥലമാണ്. അപ്പൊ എന്തെങ്കിലും തരത്തിൽ ഇപ്പൊ ഉക്രൈന് നേരെ റഷ്യ ഒരു വലിയ ആക്രമണം ഈ സമയത്ത് നടത്തി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്നവരെല്ലാം കൂടെ റഷ്യയുടെ മുതുകത്ത് കയറും. അത് റഷ്യക്ക് നന്നായിട്ട് അറിയാം. റഷ്യക്ക് അത് വലിയ ഡാമേജ് ഉണ്ടാക്കി വെക്കും. പകരം ഇത് പിരിഞ്ഞു കഴിയുമ്പോഴായിരിക്കും ഇനി അടുത്ത സെക്ഷൻ അടി തുടങ്ങുന്നത്. ഇന്നും നാളെയും കൂടെ ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിയുമ്പോഴത്തേനും ഈ അടി നടക്കേണ്ടിടത്തൊക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ വീണ്ടും തുടങ്ങും. അപ്പൊ ഇതെല്ലാവരും മുൻകൂട്ടി കാണുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി നമുക്ക് ഈ അവസരത്തിൽ അറിയിക്കാനുണ്ട്. അത് മറ്റൊന്നുമല്ല, ഈ വർഷം അവസാനം ഡിസംബറിൽ പുടിൻ വരുന്നു. അതായത് ഏതാണ്ട് മാസം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു, ഏത് മാസത്തിലാണ് വരുന്നതെന്നുള്ളത്. ഡിസംബറിലാണ് വരുന്നത്. ഇന്നലെ അവരുടെ വിദേശകാര്യമന്ത്രിയുണ്ട്, അദ്ദേഹം ഈ ഐക്യരാഷ്ട്രസഭയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അവിടെ വെച്ച് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം അദ്ദേഹം തന്നെ, ബലാറസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പുടിൻ ഡിസംബറിൽ തന്നെ എത്തുമെന്ന്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഡിസംബറിൽ പുടിനൊക്കെ എത്തിയതിനു ശേഷമായിരിക്കാം ഒരു വലിയ വാറിലേക്ക് പോകാനുള്ള സാധ്യതകൾ കാണുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുവരെ ഇങ്ങനെ ചൊറിഞ്ഞും തല്ലിയും പിടിച്ചും മാന്തിയും ഒക്കെ മുമ്പോട്ട് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ഇതിനോടകം തന്നെ ഒരുപാട് രാജ്യങ്ങൾ ആയുധക്കരുത്ത് കൂട്ടുകയാണ്. ഇപ്പോൾ പാകിസ്ഥാന് ഈ F-16 വിമാനം കൊടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ കുറെ തമാശകൾ ഉണ്ടെങ്കിലും വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഈ ആയുധങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത്. ഇപ്പൊ അമേരിക്ക ഇത് കൂടുതലായി എത്തിക്കുന്നതിന്റെ ഒരു ലക്ഷ്യമുണ്ട്. കാരണം ഇത് കൂടുതലും ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനിയൊരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ഇനി ഒരു അടി ഉണ്ടായാൽ ഞങ്ങളുടെ മാക്സിമം വെപ്പൺസ് നിങ്ങൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ തന്നെ ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിൽ പാകിസ്ഥാൻ ഒരു യുദ്ധക്കളമാണ്, പാകിസ്ഥാൻ ഒരു പ്രധാന ടാർഗറ്റായി മാറും. യാതൊരു സംശയവുമില്ലാത്തൊരു കാര്യമാണ് അതിലെ. ആ ഒരു സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഈ ആയുധങ്ങൾ അത്യാവശ്യമാണ്. കാരണം അമേരിക്കയുടെ സഖ്യകക്ഷികളെയൊക്കെ ഇപ്പോൾ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാറ്റോ സഖ്യമായാലും നാറ്റോയ്ക്ക് പുറത്തുള്ള നോൺ അലയൻസ്, അത് ഇസ്രായേൽ ആയാലും നോൺ അലയൻസ് ആണ്. ഈ പറയുന്ന ഖത്തറും ഒക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ, നാറ്റോയിൽ പെടാത്ത അവരുടെ സഖ്യമായിരുന്നു. അങ്ങനെയുള്ളവരൊക്കെ അവർ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്. വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഇന്ത്യ കാണുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു നിർണായക നീക്കം എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാം.